വരെ സ്പേസിൽ രണ്ട് സാറ്റലൈറ്റ് തമ്മിൽ കൂട്ടിയിടിച്ച് എന്ത് സംഭവിക്കും? അപ്പം അതാണ് നമ്മൾ പറയാൻ പോണ വെൽക്കം ബാക്ക് ടു ചാനൽ. എന്താണ് ഓർബിറ്റ്? ഓർബിറ്റ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 10,000 ഭൂമിയുടെ നിന്ന് 10,000 കിലോമീറ്റർ മാറി ഒരു ചെറിയൊരു സോൺ, അതായത് ആ ഒരു ചെറിയൊരു സോണിനാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓർബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത്, ഈ പെർട്ടിക്കുലർ സ്ഥലത്താണ് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് സാറ്റലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പറയുമ്പോൾ മാപ്പുള്ള സാറ്റലൈറ്റ്, അതേപോലെ ഹബിൾ ടെലസ്കോപ്പ്, ഇന്റർനെറ്റ്, മെയിനായിട്ട് ഇന്റർനെറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാറ്റലൈറ്റ് ആണ് നമ്മളെ ഈ ഓർബിറ്റിൽ, അതായത് ഇതൊരു ഫ്രീ ഫാളാണ്. അപ്പം ഇതിലിപ്പോൾ ഒരു സാധനം ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ കറങ്ങി നിൽക്കും, നിങ്ങൾക്ക് അറിയാം. അപ്പം ജസ്റ്റ് നമ്മൾ പറഞ്ഞുള്ളൂ, ഈ സ്ഥലത്താണ് നമ്മളെ മെയിൻ സാറ്റലൈറ്റ് നിൽക്കുന്നത്. മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇല്ലടാ, ഓർബിറ്റ് ഇല്ലേ, ഓർബിറ്റിന്റെ അകത്താണ് ഇന്റർനെറ്റ്, ഹബിൾ ടെലസ്കോപ്പ് ഇതെല്ലാം നിൽക്കുന്നത്. ഇതിന് വെളിയിൽ വേറൊരു സോൺ ഉണ്ട്, ആ സോണിലാണ് ബാക്കിയെല്ലാം നിൽക്കുന്നത്. അതിന്റെ ഒരു പേര് എന്തിന് വായിക്കുള്ളതൊരു അലിമ്പ് പേരാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇത്ര നീളമുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ Geosynchronous orbit. അപ്പോൾ മച്ചാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എത്ര സാറ്റലൈറ്റ് ആയിരിക്കും നമ്മളെ ഭൂമിക്ക് ചുറ്റും, അതായത് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ കറക്റ്റായ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് 6,000, അതായത് 6,000 സാറ്റലൈറ്റ്. നിങ്ങൾ വിശ്വസിക്കുക, 6,000 സ്കൂൾ ബസ്സിൻ്റെ അത്രയുള്ള സാറ്റലൈറ്റ് നമ്മളെ ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന വെച്ചാൽ നിങ്ങൾ ആലോചിച്ച്, കോമഡി തന്നെ അല്ലേ? അപ്പം അത് എനിക്കും ആദ്യം ഇത് ഭയങ്കര അത്ഭുതം തോന്നി. എന്ന് വെച്ചാൽ 6,000 സാറ്റലൈറ്റ് നമ്മളെ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരത്തില്ലെന്ന് ചിന്തിച്ചു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബ്ലാ പോയില്ല. നിങ്ങൾക്ക് ഇത് 6,000 സാറ്റലൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ ഇത് എത്ര എണ്ണം വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ചിന്തിച്ചു എത്ര എണ്ണം വർക്ക് ചെയ്യും? അപ്പം നമ്മൾ 6,000 എണ്ണം വർക്ക് ചെയ്യും, അതുകൊണ്ടാണ് ഇത് ഇത്രയും കിടക്കുന്നത്. അല്ല, അപ്പം ഇതിൻ്റെ പകുതിയോളം ഇത്രയും വർഷം, ഇത് 2021 വരെ വർഷം എടുത്ത് നോക്കുമ്പം പകുതിയോളം ചത്ത സാറ്റലൈറ്റ്സ്, അതായത് നശിച്ച് ഒന്നിനും കൂടുതൽ സാറ്റലൈറ്റാണ് പകുതിയോളം കിടക്കുന്നത്. അപ്പോൾ ഇത്രയും വേസ്റ്റ് നമ്മളെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിയാണ്, ചുമ്മാ കിടന്ന് കറങ്ങിയാണ്, ഒരു ആവശ്യമില്ല. അപ്പം നിങ്ങൾക്കറിയാം, നമ്മളെ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ ഒരു ഇതേപോലെ വരെയാണ് ഇപ്പം ഭൂമിക്ക് ചുറ്റും, അതായത് നമ്മളെ സ്പേസ്. മറ്റേതിപ്പം നമ്മളെ പുഴയും കാടും എല്ലാം ആയിരുന്നു വേസ്റ്റ്, ഇതിപ്പോൾ സ്പേസിനും ഫുള്ള് വേസ്റ്റാണ്. നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഭൂമിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, റീസൈക്ലിങ് ചെയ്യാമായിരുന്നു. പക്ഷേ വെളിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പകുതിയോളം ഡെഡ് സാറ്റലൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് എന്തുമാത്രം വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അറിയാമോ? ഇതിൽ പകുതിയും ഡെഡാണ്, പകുതിയും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ വർക്കിംഗ് ആയാൽ 50% ഇതിനകത്ത് എടുക്കുമ്പോൾ തന്നെ മിലിറ്ററി ഗവൺമെൻറ് വരും, അതിൽ പിന്നെ അങ്ങനെ എല്ലാം പോകും. അതിൽ ബാക്കി 15% എടുക്കുമ്പോൾ ഫുള്ള് കൊമേഴ്ഷ്യൽ, അതായത് പ്രൈവറ്റ് കമ്പനീസ് ഓൺ ചെയ്തേക്കുന്ന സാറ്റലൈറ്റ് ആണ് ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനിയാണ് നമ്മളെ മെയിൻ ക്രൂഷ്യൽ പോയിന്റ് എത്തുന്നത്. അതിപ്പം 2009 ഒരു റഷ്യൻ, അതായത് ഒരു ചത്ത റഷ്യൻ സാറ്റലൈറ്റും പിന്നെ അതുകൂടെ ഒരു വർക്കിംഗ് ആയ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്തിരുന്ന ഒരു സാറ്റലൈറ്റും കൂടെ തമ്മിൽ കൂട്ടിയിടിച്ച്. എന്ത് സംഭവിച്ചു? കൂട്ടിയിടിച്ച് എന്തിനാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ എലോൺ മസ്ക് അതേപോലത്തെ ഒരു കമ്പനിക്ക് ഒരു സാറ്റലൈറ്റ് നഷ്ടപ്പെട്ട് അത്ര തന്നെ. പക്ഷേ അങ്ങനെയല്ല വരുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മളെ ഇത് ജസ്റ്റ് ഇതെന്ന് വെച്ചാൽ ഇത് കൊളൈഡ് ചെയ്തെന്ന് വെച്ചാൽ 28,000 km/h ഈ ഒരു സാറ്റലൈറ്റ്, അതായത് ഈ ഒരു ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്നത്. നിങ്ങൾക്ക് ആലോചിക്കണം, ആ ഓർബിറ്റും അതിൻ്റെ വെളിയിലുള്ള സോണിയും കിടന്ന് കറങ്ങുന്നത്. അപ്പം ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ, നിങ്ങൾ ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ ഓടുന്ന ഒരു സാധനം രണ്ടും കൂട്ടിയിടിച്ച് എന്തൊരു ചിപ്സ് വാരി എറിയുന്ന പോലെ ഇങ്ങനെ പടർന്ന് 28,000 km/h ഇങ്ങനെ ഈ ചില്ലും ഈ വേസ്റ്റ് ഫുൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത്രയും ഒരു സെക്കൻഡിൽ ആ ഒരു പീസ്, ഒരു ടൈനി സ്ക്രൂ ആയാലും ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ, അതായത് ഒരു പെൻസിലിൻ്റെ അത്രയുള്ള ഒരു സാധനം ഒരു സാറ്റലൈറ്റിൻ്റെ സോളാർ പാനൽ വന്ന് ഹിറ്റ് ചെയ്ത് അതൊരു ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് ഹോളായിട്ടാണ്, അത് വലിയൊരു തുരങ്കം പോലെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ ഒരു ടൈനി പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 km/s, ഒരു സെക്കൻഡിൽ ഫാസ്റ്റ്
ആ ഒരു ഓർബിറ്റ്, നമ്മൾ ആ ഈ ഓർബിറ്റിലാണ് ഒരു വർക്കിംഗ് സാറ്റലൈറ്റ് വന്ന സോളാർ പാനൽ ഹിറ്റ് ചെയ്തത്. അപ്പം അവിടെ എന്തുമാത്രം ഒരു ഹ്യൂജ് പ്രോബ്ലം അത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇതെല്ലാം ഈ ഒരു ചെറിയൊരു ഇതുപോലും നമ്മളെ വലിയ വലിയ ടെലിസ്കോപ്പ്, ഓർബിറ്റിൽ കിടന്ന് ഓടുന്ന ടെലിസ്കോപ്പിനൊക്കെ ഭയങ്കര അപകടമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഇതെന്തൊരു ഒരു ചെയിൻ റിയാക്ഷൻ ആയിക്കൂടാ എന്ന് വെച്ചാൽ ഇത് വന്ന് ഒരു ഇത് ഇടിച്ച് ഫുള്ള് ഇടിച്ച് ഒരു മൈൻഡ് ഫീൽഡ്, അതായത് നമുക്ക് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ പറ്റാത്ത രീതിയിൽ ഒരു മൈൻഡ് ഫീൽഡ്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ പെർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ പിടിച്ചു നിർത്താനും ഒന്നും പറ്റത്തില്ല. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയി സംഭവിച്ചുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇൻ്റർനെറ്റ് നശിക്കും. അതേപോലെ നമ്മൾ ഹബിൾ ടെലസ്കോപ്പും ഈ പിക്ചേഴ്സ് എടുക്കുന്ന ടെലസ്കോപ്പ്, മാപ്സ്. അപ്പം ഭൂമി ഒരു വിധം അങ്ങ് അണയും. നമ്മളെ എന്ന് വെച്ചാൽ വൈപ്പ് ഔട്ട് ആകാൻ പറ്റുന്ന രീതിയിൽ ഈ സാറ്റലൈറ്റ്സിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അവർ പറയുന്ന ചാൻസ് കുറവായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതിന് നമുക്കിപ്പം എല്ലാം ലക്ക് കൊണ്ടിരിക്കണമെന്നില്ലല്ലോ. അപ്പം ഇത് സംഭവിച്ചിരിക്കാം. അപ്പം ഇതൊക്കെ നമ്മളെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതേപോലത്തെ പ്രൈവറ്റ് കമ്പനീസുകാരൊക്കെ ഇതൊന്നും അറിയണ്ട. അവരൊക്കെ മത്സരങ്ങളാണ്. ഇപ്പം നമ്മളെ സ്പേസ് എക്സ് പോലത്തെ അത് തന്നെ. അപ്പം അവർ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഒരു വർഷത്താണ്. ഇപ്പോൾ ഒരു മന്തിൽ അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു മന്തിൽ എത്ര സാലറിയാണ് ഇങ്ങനെ പോകണമെന്ന്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പ്രിവെൻറ്റേഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്പേസിൽ ആരെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മളിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡ് ഫീൽഡ് എന്ന് വെച്ചാൽ അത്ര ഇടിച്ച് ഇതിപ്പോൾ ഒരു ഇയറിൽ ഇങ്ങനെ കൂടി വരുമ്പം എന്തായാലും ഒരു ചെറിയൊരു സംഭവിക്കാൻ ചാൻസ് കൂടുതലാണല്ലോ. നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യാം, അപ്പം എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് നമ്മളെ കൊലാബറേഷൻ അതർ കൺട്രീസ് ആയിട്ട്, അതായത് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ട് കൊലാബറേഷൻ ചെയ്ത് ഇത്ര സാറ്റലൈറ്റ് മാത്രം വിട്ടാൽ മതി, അതിനൊരു ലിമിറ്റ് വെച്ച് റൂള് വെച്ച് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് റൂളും ലാവും എല്ലാം കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനീസ് സമ്മതിക്കില്ലെന്ന് ആരൊക്കറിയാം. ഇവരെല്ലാവരും മത്സരിക്കുകയാണ്. അപ്പോൾ എന്ത് കണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം മറ്റേ ഭൂമിയിലായിരുന്നു മത്സരം, ഇപ്പം സ്പേസിലായി മത്സരം. അപ്പം പണമുള്ളവന് എന്തും ചെയ്യാന്നുള്ള രീതിയിലായി. അപ്പം ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്നത് നമ്മളെ ഈ പാവപ്പെട്ട നമ്മളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇനി കാണുന്നവരെ see you soon.